ഒരു അടിപൊളി കാഴ്ച വരുന്ന റോഡൊക്കെ അടിപൊളി. ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഫിനിഷിങ് ടാറ് വർക്ക് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് നോക്കണേ. ആ തൂണ് ഉയർന്നിങ്ങനെ ചെരിച്ച് റോഡിലേക്കുള്ള ആ ലൈറ്റ് കാണാൻ അതിമനോഹര ഭംഗി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെത്തിയുള്ളത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് കക്കാട് ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ്. ഈ റീച്ചിൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസ്, വെന്നിയൂര് അണ്ടർപാസ്, കരിമ്പിൽ അണ്ടർപാസ്, അങ്ങനെ കക്കാട് ഓവർപാസ്, അങ്ങനെ 4 പാലങ്ങളാണ് വരുന്നത്. അപ്പോൾ പാലത്തിൻ്റെ ഒക്കെ പുതിയ വിശേഷങ്ങളാണ് കാണിക്കാനുള്ളത്. ആദ്യം ഇങ്ങനെ പോരല്ലേ ഇതൊക്കെ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് പൂക്കിപ്പറമ്പ് കോയിച്ചന മുതൽ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചപ്പോൾ ഒരു ഭാഗത്തേക്കാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം എത്രത്തോളമാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞിട്ടാ. ഇപ്പോൾ നമുക്ക് കാണാം ഇടതും വലതും എല്ലാ കണക്ട് ചെയ്ത ഭാഗത്തും. മുന്നൊക്കെ ഒരു ക്യാപ്പ് ഇട്ട് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ ആ സ്റ്റാൻഡൊക്കെ വെച്ച് നെട്ടുബോൾട്ട് മുറുക്കി തൂണുകളൊക്കെ ഉയർന്ന് സർവീസ് റോഡിനും അതുപോലെ മെയിൻ റോഡിനുമുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയ ഒരു ഏരിയ ഒക്കെ കാണാം. ഇനിയും ആ ഏരിയ കുറഞ്ഞതിൽ വെച്ച് പോകാനുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ദൂരേക്ക് നോക്കിങ്ങൾ അങ്ങനെ ലെവലാക്കി വെച്ച് ഇങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ നമുക്കറിയാം ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ രാത്രിയിൽ രണ്ട് ഭാഗത്തും ആ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി വരുമ്പോൾ ആ മനോഹര കാഴ്ചകൾ കാണാൻ ഇനി നമുക്ക് കുറഞ്ഞത് രണ്ട് ഭാഗത്തുള്ള സൈഡ് വാൾ. ഇപ്പോൾ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മളുള്ളത്. അവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൽ അവിടെ കുറഞ്ഞൊരു ഏരിയ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോഴും അങ്ങനത്തെ തന്നെ പുതുതായിട്ട് ആ ഒരു വർക്കാണ് ഇനി കാര്യമായിട്ടുള്ളത്. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും ഈ ഭാഗത്തുള്ള ബാരിയറിനുള്ള എന്താ പറയുക ഊക്സൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കും പെയിൻറ്റും പണിയൊക്കെ കഴിഞ്ഞ് സെൻട്രൽ ഭാഗത്തും അങ്ങനെ തന്നെ ഡിവൈഡർ ആ സിമെൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് അടിച്ച് പോകാനുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച വരുന്ന റോഡൊക്കെ അടിപൊളി. ഇനി ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഫിനിഷിങ് ടാറ് വർക്ക് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് നോക്കണേ. ആ മേൽ ഭാഗത്തേക്ക് ആ തൂണ് ഉയർന്നിങ്ങനെ ചെരിച്ച് റോഡിലേക്കുള്ള ആ ലൈറ്റ് കാണാൻ അതിമനോഹര ഭംഗി. അടിപൊളിയാട്ടോ. പണി പൂർത്തീകരിച്ച് നമുക്കറിയാം ഇവിടുന്നൊക്കെ റോഡ് ഉയർന്നാണ് വരുന്നത്. അങ്ങാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ്. പൂക്കിപ്പറമ്പായാലും വെന്നിയൂർ അണ്ടർപാസിൻ്റെ ഇവിടെയൊക്കെ ആയാലും വെന്നിപ്പറമ്പ് അങ്ങാടി നമുക്ക് കാണാൻ പറ്റില്ല. ഉയരത്തിലാണ്, ഏകദേശം ഒരു 5-6 മീറ്റർ ഹൈറ്റിലാണ് ഇവിടെയൊക്കെ റോഡ് കടന്നു വരുന്നത്. അപ്പോൾ വെന്നിയൂർ അണ്ടർപാസിൻ്റെ മുകളിലെത്തി. ഞാനിവിടുന്ന് കൊടക്കല്ല് ചുള്ളിപ്പാറ റോഡ്, കൊടക്കല്ല് ഭാഗത്തേക്കുള്ള റോഡ് തെന്നലേക്കൂടി ഇതിലും കടന്നു പോവാം. അപ്പോൾ ആ രണ്ട് ഭാഗത്തെ റോഡൊന്ന് കാണിക്കാം. അണ്ടർപാസിൻ്റെ മുകളിൽ ഈ രണ്ട് ക്യാപ്പൊക്കെ കോൺക്രീറ്റ് ഇട്ട് അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വെന്നിയൂർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ സർവീസിന് വീടെടുക്കുമ്പോൾ തെയ്യാല കൊടക്കല്ല് ചുള്ളിപ്പാറ ആ ഭാഗത്തേക്ക് റോഡ് കടന്നു പോകാൻ പറ്റും. ആ ഒരു റോഡാണ് ഇവിടെ. സർവീസ് റോഡല്ല, ഇതിൻ്റെ ഐറ്റമൊക്കെ നല്ല ഐറ്റാട്ടോ. നേരെ മെയിൻ റോഡ് നമ്മളെ നിലവിൽ 6 വരിപ്പാതയിലേക്ക് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ആ ഏരിയയിലും അതുപോലെ തന്നെ ആ ഭാഗത്ത് കടമ്പ് ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതുപോലെ നേരെ ഇങ്ങോട്ട് വെന്നിയൂര് പെട്രോൾ പമ്പിൻ്റെ ഈ ഭാഗവും അത് നല്ല ഐറ്റിലാണ്. അതുകൊണ്ട് തന്നെ വരിപ്പാത ഇങ്ങനെ കടന്നു പോകുമ്പോൾ അപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെയും വെന്നിയൂർ അണ്ടർപാസിൻ്റെയും മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകളിലെ ഈ സെൻട്രൽ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയ സെൻട്രൽ ഡിവൈഡറിനുള്ള കമ്പികളെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ള ഈ ഒരു ഭാഗത്തും അത് ആദ്യം ഇവിടെ ആ പില്ലറിനൊപ്പിച്ചുള്ള ആ കോൺക്രീറ്റ് കഴിഞ്ഞ് ടാറും കഴിഞ്ഞ് ഏരിയ എടുത്താട്ടാ. അപ്പോൾ ഈ ഒരു വർക്കുള്ളൂ ഇതിലെങ്ങനെ പോരോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളിയാ. വീണ്ടും സ്ട്രീറ്റ് ലൈറ്റ് രണ്ട് ഭാഗത്തും ലെവൽ ചെയ്ത രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തൊരു കാഴ്ചയാണ് സർവീസ് റോഡിനും മെയിൻ റോഡിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒന്ന് ബ്ലാക്ക് കളറുള്ള ചെരിച്ചിട്ടൊരു പെയിൻ്റ് അടി ഉണ്ടല്ലോ, അതും കൂടി ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ദേശീയപാത റോഡ് വർക്ക് ഈ ഏരിയയിലൊക്കെ വർക്കുകൾ നമ്മൾ തുടക്കത്തിൽ അല്ലെങ്കിൽ 2 കൊല്ലം മുന്നുള്ളൊരു വീഡിയോ നമുക്കറിയാം. 45 മീറ്റർ
റോഡിന് വേണ്ടി അതിർത്തിയിട്ടപ്പോൾ ആ കല്ല കുത്തിയ സമയത്ത് അന്ന് നടന്ന മരങ്ങൾ വെട്ടുന്ന വർക്കുകളും തെങ്ങ് കവുങ്ങ് അതുപോലെ മൂച്ചി പോലുള്ള മരങ്ങൾ വെട്ടി മാറ്റുന്ന ഒരു വീഡിയോകളൊക്കെയാണ് അന്ന് കാണിച്ചത്. പിന്നീട് മണ്ണ് ലെവലാക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഈ രീതിയിൽ എത്തിയിട്ടോ. അപ്പോൾ പെട്രോൾ പമ്പ് കാച്ചടി KNRCL ഓഫീസ്, നമ്മൾ ആദ്യം ഈ റോഡ് വർക്ക് നടക്കുന്നതിന് മുന്നേ നമുക്ക് KNRCL ഈ ഓഫീസിലുള്ള മിഷനറികളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത്. അലോട്ടില്ല അവിടുത്തെ മിഷനറി വർക്കുകളൊക്കെ ഒന്ന് കാണിക്കാനുള്ള. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ചേട്ടാ. അപ്പോൾ അതിൻ്റെ ആയിട്ട് ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെ മെറ്റൽ കൂട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ടാറിങ് വർക്കിന്. അപ്പോൾ അങ്ങനെ കൊടിമരത്തെത്തി. കൊടിമരത്തൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പുതിയ വർക്കാണ് ഈ ലൈറ്റ് വെച്ച് പോയത് മാത്രമാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ വെക്കുന്ന 1-2 തൂണിൻ്റെ വീഡിയോകളൊക്കെ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ കോയിച്ചന പൂക്കിപ്പറമ്പ് മുതൽ വെന്നിയൂർ കൊടിമരം കാച്ചടി ഈ ഏരിയ വരെ അതിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വലത് ഭാഗത്താണ് കൂടുതലായിട്ട് വെച്ച് പോയിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അവിടെ ആ സ്ട്രീറ്റിൽ വെക്കാനുള്ള ക്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ സിമെൻ്റ് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത്. അങ്ങനെ കാച്ചടി എത്താനായി. കാച്ചടിയിൽ നിന്ന് നല്ലൊരു വളവും തിരിവുള്ളൊരു ഏരിയ ആയിരുന്നു. ഇന്നിപ്പോൾ അത് പൂർണ്ണമായിട്ടും വളവ് നിവർത്തിയിട്ടില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധിയൊക്കെ നിവർത്തിയിട്ടാണ് ദേശീയപാത ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. അങ്ങനെ കാച്ചടി അങ്ങാടിയിൽ ഇവിടുന്ന് അങ്ങോട്ട് കരിമ്പിൽ അണ്ടർപാസ്, പുതുതായി അനുവദിച്ച അണ്ടർപാസിൻ്റെ മുകളിലും അവിടുന്ന് കരിമ്പിൽ അങ്ങാടിയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് പുതുതായിട്ട് ഇവിടുന്ന് നിങ്ങളെ കാണിക്കാനുള്ളത്. മറ്റുള്ള വർക്കുകളൊക്കെ മുന്നേ കാണിച്ചതാണ്. 2 ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ, സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ, അതുപോലെ ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കരിമ്പിലെ ചെറിയ അണ്ടർപാസ് വരെ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ പൂർണ്ണതയിലെത്തിയ രീതിയിൽ കുറഞ്ഞൊരു ഫിനിഷിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, അണ്ടർപാസിൻ്റെ ഒരു പില്ലറിനൊപ്പിച്ചുള്ള മെയിൻസ് വാർപ്പിടലും അതിൻ്റെ മുകളിൽ ടാറിങ് വർക്കുകളും പിന്നീട് ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ അണ്ടർപാസിൻ്റെ മുകളിലെ ടാറിങ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മളിവിടെ എത്തിയ കരിമ്പിൽ ഈ കാച്ചടിക്കും കരിമ്പിലുള്ള അണ്ടർപാസും കഴിഞ്ഞ് ഇനി കരിമ്പിലങ്ങാടിയിലും ഇതിൻ്റെ വർക്ക് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. ഇതിൻ്റെ തുടക്ക സമയത്ത് 2 വർഷം മുമ്പ് ഇവിടുത്തെ തുടക്ക വർക്കുകൾ കാണണം. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ളൊരു പ്രദേശമായിരുന്നു. ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി ഈ അണ്ടർപാസിനൊപ്പിച്ച് കരിമ്പിലങ്ങാടി ലെവൽ ചെയ്തു. കക്കാട് ഓവർപാസിൻ്റെ ലെവലിലേക്ക് ഇപ്പോൾ 6 വരി വീതി ലെവലാക്കി വന്നിട്ടുണ്ട്. സർവീസിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. 2 ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇവിടെ ഒരു ആൽമരമായിരുന്നു. ആൽമരം വെട്ടി, അതുപോലെ ഇവിടെ ചീനി, സ്രാമ്പിപ്പള്ളി, കരിമ്പിൻ്റെ ബിൽഡിങ്ങുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റുന്നതും അത് ഇതാക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ ഞങ്ങൾ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് 6 വരിപ്പാതയിലൂടെ വാഹനങ്ങളൊക്കെ ഇവിടെ കടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ കരിമ്പിൽ അങ്ങാടി കഴിഞ്ഞ് കരിമ്പിൽ ആലും ചുവടും കഴിഞ്ഞു. ഇനി കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഉള്ള വർക്കാണ്. അവിടെ ടാറിങ് വർക്ക് എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസ് എത്താനായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി ടാറിങ് വർക്കുള്ളത്. അപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് മുതൽ ഇവിടെ എത്തിയപ്പോൾ ടാറിങ് ചെയ്ത വർക്കുകളൊക്കെ കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ചു. പുതിയതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ആണ്, അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കിലേക്കാണ് അവിടുന്ന് ഇവിടം വരെ ഉള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ 6 വരിപ്പാതിൻ്റെ ടാറിങ്, ഇവിടെ പുതുതായിട്ട് നടന്ന ടാറിങ് ആണ്. ഏകദേശം ഓവർപാസിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഇനി മണ്ണ് മാറ്റിയതും മെറ്റലിട്ട് വന്നിട്ടുണ്ടോ, ഓവർപാസിന് അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്താനായി. അപ്പോൾ കക്കാട് ഓവർപാസ് 2 ഭാഗത്ത് ചുമര് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലെ അടിഭാഗ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചുമര് സ്പ്രേ വർക്കുകളും ഇവിടുന്ന് ടാറിങ് വർക്കുകൾ, അതുപോലെ ഈ സെൻറ്ററിലുള്ള കൾവട്ട് അതിൻ്റെ മനസ്സിലാക്കി വാർപ്പിട്ട് ഇനി മണ്ണിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറഞ്ഞൊരു ഏരിയയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അതുപോലെ ഇവിടുന്ന് ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ നടക്കാണ്ട്.
കക്കാട് ഓവർപാസിൻ്റെ അടിയിലെത്തി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ 4 ഭാഗത്തു നിന്നും മണ്ണെടുത്ത് ഇതിനോട് ഒപ്പിച്ച് വരാണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചകളും കാണിച്ചിട്ട് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും കരിമ്പിൽ ആ ഭാഗത്തേക്കുള്ളൊരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെയൊക്കെ ചുമരടില്ല, 2 ഭാഗത്തും 6 വരിപ്പാതൊക്കെ താഴ്ചയിലെടുത്തതിന് ശേഷം ഒരു 100 മീറ്റർ ഓവർപാസ് വരെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ നടക്കാണ്ട് അടിപ്പാത്ത് അവിടുന്ന് ഇങ്ങോട്ട് ഓവർപാസും കടന്ന് കുറഞ്ഞൊരു ഏരിയ വരെ ടാറിംഗ് വർക്കുകളും ചെയ്യാനുണ്ട്. അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ 2 ഭാഗത്തും ഓവർപാസിൻ്റെ മുകളിലുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്തുള്ള 3 ലൈനിൻ്റെ ടാറിംഗ് വർക്കുകളായിരുന്നു. ഇന്നിപ്പോൾ ഇവിടുത്തെ വർക്കും പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇനി കക്കാടിന് മൊത്തത്തിലൊരു ചിത്രം റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. അതും കണ്ട് ഇവിടെ നമ്മുടെ കൂരിയാട് ഭാഗത്ത് ഒരു വീഡിയോയും കാണിച്ചിട്ട് നമുക്ക് താഴെ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കക്കാടിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഒരു ഭാഗത്തുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നില്ല മാസ്റ്റിക് ഇവിടെ വിരിച്ചുള്ള ബിറ്റ്വീൻ സ്പ്രേ വർക്കുകളൊക്കെ റെഡിയാക്കിയായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. കക്കാടിൻ്റെ ഓവർപാസിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടോ. ഇനി ഇവിടെ നമ്മുടെ കൂരിയാട് ഭാഗത്തേക്കുള്ളൊരു കാഴ്ച അതിന് മുകളിൽ നിന്നുള്ള നോക്കി അടിപൊളിയിലെ ആ ഏരിയയിലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള ജിപ്സൺ പേവർ വഹിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് കൂരിയാട് ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ എടുക്കുക കാണാൻ പറ്റുന്നത്. ഞാനൊന്നുകൂടി ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ആ ഏരിയയിലെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. അവിടെ ഗ്രേഡർ ഉപയോഗിച്ച് 3 ലൈനുകളും മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ടോറസലിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓവർപാസ് നേരെ താഴ് ഭാഗത്ത് നിന്ന് ലെവലാക്കി 6 വരിക്ക് എടുത്ത് മാറ്റാനുണ്ട്. ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കരിമ്പിൽ ഭാഗത്തേക്കുള്ള ആ ഒരു 100 മീറ്റർ ടാറിംഗ് വർക്കുകൾ പെട്ടെന്ന് നടക്കും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി അടിപൊളി. അവിടെ റോഡ് റോളർ, അതുപോലെ ടോറസ്, ഗ്രേഡർ, കമ്പാക്ടർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ പെട്ടെന്നുള്ള വർക്കാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് കുറഞ്ഞ നേരം കൂടി കണ്ട് നമുക്ക് താഴെ പോയിട്ട് വീഡിയോ വൈകിട്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെന്നൂർ അണ്ടർപാസ്, കൊടിമരം, കാച്ചടിയും കരിമ്പിലെ സെൻട്രൽ ഭാഗത്ത് ചെറിയ അണ്ടർപാസ്, കക്കാട് ഓവർപാസ്, അതിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും കണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.